2031 നവംബർ 1 കേരളത്തിന് 75 വയസ്സ് തികയും. ഒരു നാടിൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണ് 75 വർഷം പിന്നിടുക എന്നത്. 75 വർഷം പൂർത്തിയാക്കുന്ന കേരളം എങ്ങനെയായിരിക്കണം എന്ന ലക്ഷ്യമാണ് ഈ സെമിനാർ പരമ്പരകളിലൂടെ നിർണ്ണയിക്കുന്നത്. 75 വർഷം പൂർത്തിയാക്കുമ്പോൾ കേരളം എങ്ങനെയായിരിക്കണമെന്നും ആ ലക്ഷ്യം എങ്ങനെ കൈവരിക്കണമെന്നും അതിനുള്ള കർമ്മപദ്ധതി അതാണ് ഇതിലൂടെ ആവിഷ്കരിക്കുന്നത്. ഈ വകുപ്പ് തല സെമിനാറുകൾക്ക് ശേഷം ഫെബ്രുവരി മാസത്തിൽ ആസൂത്രണ ബോർഡിൻ്റെ നേതൃത്വത്തിൽ സമഗ്രമായ വിഷൻ 2031 സെമിനാർ, ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള സെമിനാർ നടത്തുന്നുമുണ്ട്. അപ്പം ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്നു കൂടിയാണ് ഇത് വ്യക്തമാക്കുന്നത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളം എല്ലാ മേഖലയിലും കൈവരിക്കേണ്ട നേട്ടങ്ങൾ, ലക്ഷ്യങ്ങൾ ഇപ്പോഴേ നിർണയിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള സമീപനം. ഇവിടെ എക്സൈസിൻ്റെ കാര്യത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ എക്സൈസ് എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ എക്സൈസ് സേനയിൽ നിന്ന് ഒട്ടേറെ കാര്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ വരുമാനം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല കേരളത്തിലെ എക്സൈസിൻ്റെ ഒരേ ഒരു ലക്ഷ്യം. തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ റവന്യൂ വരുമാനത്തിൽ നല്ലൊരു പങ്ക് സംഭാവന ചെയ്യുന്ന വകുപ്പാണ് എക്സൈസ് വകുപ്പ്. വരുമാനം വർദ്ധിപ്പിക്കുന്നതിലും എക്സൈസിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട്. എന്നാൽ വരുമാനം സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വകുപ്പ് എന്ന നിലയിൽ നിന്ന് സാമൂഹികമായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന ഒരു വകുപ്പ് എന്ന നിലയിലേക്ക് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എക്സൈസിൻ്റെ പ്രവർത്തനത്തിൽ കാതലായ മാറ്റം വന്നിട്ടുണ്ട്. ഒരു സാമൂഹികോന്മുഖമായ മാറ്റം എക്സൈസിൻ്റെ പ്രവർത്തനത്തിൽ ഈ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. നിയമപരിപാലനം, മദ്യം, മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരായിട്ടുള്ള ബോധവൽക്കരണം, അതോടൊപ്പം ഡി അഡിക്ഷൻ തുടങ്ങിയിട്ടുള്ള സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന നിലയിലേക്ക് എക്സൈസ് ഇന്ന് മാറിയിട്ടുണ്ട്. ഇനി എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യമെടുത്താൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കാര്യക്ഷമമായി എൻഫോഴ്സ്മെൻറ്റ് നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് കേരള എക്സൈസ് എന്നത്. കണക്കുകൾ അത് കാണിക്കുന്നുണ്ട്. ആ കണക്കുകൾ പലപ്പോഴും ദുർവ്യാഖ്യാനം ചെയ്ത് കേരളത്തിലെ എക്സൈസിൻ്റെ മികവിനെ തന്നെ മറ്റൊരു നിലയിലാണ് ചിത്രീകരിക്കുന്നത് ദേശീയ തലത്തിൽ എന്നത് കൂടി നമ്മൾ കാണണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസും അറസ്റ്റും നടക്കുന്നത് കേരളത്തിലാണ്. ആകെ കേസുകളുടെ എണ്ണം എടുത്താലും മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം എടുത്താലും ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടക്കുന്നതും കേരളത്തിലാണ്. അപ്പം അതിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ മയക്കുമരുന്ന് തലസ്ഥാനമായി കേരളം മാറി എന്ന നിലയിലുള്ള ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ കേരളത്തിനെതിരായിട്ട് നടക്കുന്നത്. അതൊരൊറ്റപ്പെട്ട ക്യാമ്പയിനല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിനെതിരെ പല മേഖലകളിലും സംഘടിതമായിട്ടുള്ള ഈ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. 2018 വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നമ്മൾ ഇത്തരം ഒരു ക്യാമ്പയിൻ രാജ്യത്താകെ കേരളത്തിനെതിരായിട്ട് നടക്കുന്നതിന് ഇരകളായി മാറിയിട്ടുള്ളതാണ്. അതിങ്ങനെ തുറന്നു വരുന്നു. ഇപ്പം പറയുന്നത് ഏറ്റവും കൂടുതൽ കേസ് ഇവിടെയാണ്, ഏറ്റവും കൂടുതൽ അറസ്റ്റ് ഇവിടെയാണ്, അതുകൊണ്ട് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗം. എന്നാൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ കേസും അറസ്റ്റും ഇവിടെ ഉണ്ടാകുന്നു എന്നത് നമ്മുടെ എക്സൈസിൻ്റെ ജാഗ്രതയെയും കാര്യക്ഷമതയെയും എൻഫോഴ്സ്മെൻറ്റ് മികവിനെയുമാണ് കാണിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ ദൗർബല്യത്തെയല്ല, നമ്മുടെ ശക്തിയെയാണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ചു കാലം മുമ്പാണ് എക്കണോമിക് ടൈംസ് ഒരു മുഴുപേജ് ഫീച്ചർ പ്രസിദ്ധീകരിച്ചത്. അതിലവർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ ആകെ മൂല്യം 547 കോടിയാണ് എന്നാണ്. 10 വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്ന് പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ വിപണി മൂല്യം 547 കോടിയാണ്. കഴിഞ്ഞ
2025 ഫെബ്രുവരി 2-നാണ് കേന്ദ്ര ഗവൺമെൻറ് ഔദ്യോഗികമായൊരു പത്രക്കുറിപ്പിൽ, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വഴിയുള്ള ഔദ്യോഗികമായ പത്രക്കുറിപ്പിൽ പറഞ്ഞത് 2024-25 മാത്രം ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത, രാജ്യത്തു നിന്നാകെ പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ വിപണി മൂല്യം 25,000 കോടി രൂപയാണ് എന്ന്. 23-24 ഇത് 16,000 കോടി രൂപയായിരുന്നു എന്നും ഒരു വർഷം കൊണ്ട് 55% വർധനവ് പിടിച്ചെടുത്ത മയക്കുമരുന്നിൻ്റെ വിപണി മൂല്യത്തിൽ ഉണ്ടായി എന്നത് കേന്ദ്ര ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചു. അത് രാജ്യമാകെ നടന്ന എൻഫോഴ്സ്മെൻറ്റിൻ്റെ മികവായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് വിശേഷിപ്പിച്ചത്. അപ്പം നമ്മൾ ഓർക്കണം, 23-24 മാത്രം ഇന്ത്യയിൽ 16,000 കോടിയുടെ മയക്കുമരുന്ന്, 24-25 ആയപ്പോഴേക്കും അത് 25,000 കോടിയുടെ മയക്കുമരുന്നായിട്ട് മാറി. ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടക്കുന്ന, ഏറ്റവും കൂടുതൽ കേസെടുക്കുന്ന കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് പിടിച്ചെടുത്തത് 547 കോടിയുടേതാണ് എന്ന് എക്കണോമിക് ടൈംസ് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പം അതിനർത്ഥം എന്താണ്? കേരളത്തിൽ ചെറിയ അളവ് പോലും പിടിക്കപ്പെടുന്നു എന്നതാണ്. ചെറിയ അളവ് പോലും പിടിക്കപ്പെടുന്നു. അത് നമ്മുടെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ മികവിനെയാണ് കാണിക്കുന്നത്. പക്ഷെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തും വളച്ചൊടിച്ചും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറയുന്നത്. ഇപ്പം ലഭ്യമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ സ്റ്റഡി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നടത്തിയതാണ് മയക്കുമരുന്ന് ഉപഭോഗം സംബന്ധിച്ച്. അതിൽ ആദ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ, ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കേരളം വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു തെറ്റായ പ്രചരണം കേരളത്തെക്കുറിച്ച് നടക്കുന്നു. പ്രധാനമായും സാമൂഹിക മാധ്യമങ്ങളിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് അല്പം വിശദമായി തന്നെ പറയാം എന്ന് കരുതിയത്. ഇവിടെ ഈ എൻഫോഴ്സ്മെൻറ്റ് മികവ് നമുക്ക് തീർച്ചയായിട്ടും മാതൃകാപരമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൺവിക്ഷൻ റേറ്റ് കേരളത്തിലാണ്. കഴിഞ്ഞ ഒരു 5 വർഷത്തെ കണക്കെടുത്താൽ ശരാശരി അത് 95% മുകളിലാണ്. 98.19% വരെ ഈ എൻഫോഴ്സ്മെൻറ്റ് മികവ്, കൺവിക്ഷൻ റേറ്റ് നമുക്ക് എത്തിയിട്ടുണ്ട്. ദേശീയ ശരാശരി 78% മാത്രമാണ്. അപ്പോൾ ദേശീയ ശരാശരിയേക്കാൾ 20% കൂടുതലാണ് കേരളത്തിലെ കൺവിക്ഷൻ റേറ്റ് എന്നത്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ചിലതെടുത്താൽ, ഇപ്പോൾ തെലങ്കാനയിലെ കൺവിക്ഷൻ റേറ്റ് 25%, നമ്മുടെ 98%. അതായത് കേരളത്തിൽ എക്സൈസ് അറസ്റ്റ് ചെയ്യുന്ന പ്രതികളിൽ 100-ൽ 98 പേരും ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം എക്സൈസ് ക്രൈം ബ്രാഞ്ച് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് രൂപീകരിച്ചത്. അത് കൺവിക്ഷൻ റേറ്റ് ഉയർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത കേസുകളിലെ പ്രതികൾക്ക് വലിയ ശിക്ഷയാണ് എല്ലാ കേസിലും കിട്ടിയിട്ടുള്ളത്. 30 വർഷം കിട്ടിയ കേസുകളുണ്ട്, 25 വർഷവും 20 വർഷവും കിട്ടിയിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെ കാര്യക്ഷമമായിട്ട് നമ്മുടെ സേന പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ കണക്കുകളാണ്, വസ്തുതകളാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ടാണ് കേരള എക്സൈസ് കണക്കാക്കപ്പെടുന്നത്. അതേസമയം വലിയ വെല്ലുവിളികൾ ഇന്ന് നമ്മൾ നേരിടുന്നുണ്ട്. പഴയകാലത്തെ സ്ഥിതിയിൽ നിന്നും മാറിയിട്ടുണ്ട്. പണ്ട് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വങ്ങളല്ല എക്സൈസിന് ഇന്ന് നിർവഹിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എക്സൈസിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്, ആധുനികവൽക്കരിക്കേണ്ടതുണ്ട്. 2021 മുതൽ ഈ സാഹചര്യം മനസ്സിലാക്കി ഗവൺമെൻറ് 1249 പുതിയ നിയമനങ്ങളാണ് കേരള എക്സൈസിൽ നടത്തിയിട്ടുള്ളത്. 1249 നിയമനങ്ങൾ. അതിൽ തന്നെ 102 തസ്തികകൾ അധികമായി പുതുതായി സൃഷ്ടിച്ചതാണ് 102 തസ്തികകൾ. ഇപ്പോൾ എക്സൈസ് സേനയിലെ വനിതാ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുക, സേനയെ കൂടുതൽ ഇൻക്ലൂസീവാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി 2022 31 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ തസ്തികകളും 2025 65 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ തസ്തികകളും സൃഷ്ടിക്കുകയുണ്ടായി. 96 തസ്തികകൾ വനിതകൾക്ക് മാത്രമായിട്ട് സൃഷ്ടിച്ചിട്ടുണ്ട്. അതുപോലെ 3 എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാർ, 3 പ്രിവെൻറ്റീവ് ഓഫീസർമാർ, 9 സിവിൽ എക്സൈസ് ഓഫീസർമാർ എന്നിവരുടെ തസ്തികകളും സൃഷ്ടിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പിൽ കാലങ്ങളായിട്ട് നിലനിന്നിരുന്ന സീനിയോറിറ്റി തർക്കങ്ങളെല്ലാം പരിഹരിച്ച് എല്ലാ തസ്തികകളിലും അർഹമായ സ്ഥാനക്കയറ്റം നൽകാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇത്രയധികം പേർക്ക്, 1249 പേർക്ക് നിയമന ശുപാർശ നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുള്ളത്.
എന്നാൽ ആൾബലം കൊണ്ട് ഇനിയും നിയമനം നടക്കും. അധികം വൈകാതെ തന്നെ എക്സൈസിൽ കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ട് സർക്കാരിൻ്റെ തീരുമാനം വരും എന്ന കാര്യവും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൾബലം കൊണ്ട് മാത്രമല്ല എക്സൈസിനെ ശക്തിപ്പെടുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ വിഷൻ 2031 സെമിനാറിൽ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിൻ്റെ ഊന്നൽ 3 കാര്യങ്ങളിലാണ്. ഒന്ന്, പുതിയ വെല്ലുവിളികളെ, പുതിയ സാഹചര്യത്തെ നേരിടാൻ എക്സൈസിനെ പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള നവീകരണം. അത് ആൾബലം കൊണ്ടുള്ള നവീകരണവും ഒപ്പം ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും എല്ലാം ലഭ്യമാക്കിക്കൊണ്ടുള്ള സമഗ്രമായ എക്സൈസിൻ്റെ നവീകരണമാണ് ഈ വിഷൻ 2031 മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. രണ്ടാമത്തേത്, മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുകയും ഊന്നൽ നൽകുകയും ചെയ്യുക എന്നതാണ്. പൊതുവായി നമ്മൾ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ലഹരിയും ഒരുപോലെ എന്ന നിലയിൽ ലളിതവൽക്കരിക്കാൻ പാടില്ലാത്തതാണ്. മയക്കുമരുന്നെന്നത് മാരകമായിട്ടുള്ള ഒരു സാമൂഹിക വിപത്താണ്. കേവലം ലഹരി ഉയർത്തുന്ന, പൊതുവിൽ ലഹരി എന്ന് പറയുമ്പോൾ ഉയരുന്ന ഒരു ഭീഷണി മാത്രമല്ല, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ വലിയ മാരക സാമൂഹിക വിപത്തായിട്ട് കാണുന്നുണ്ട്. ചിലരെങ്കിലും പൊതുവിൽ ലഹരി എന്ന് പറഞ്ഞ് മയക്കുമരുന്ന് ഉയർത്തുന്ന വെല്ലുവിളികളെ ലളിതവൽക്കരിക്കുന്ന പ്രവണതയുണ്ട്. അപ്പോൾ വ്യക്തമായ കാഴ്ചപ്പാട് എക്സൈസിനുണ്ട്. മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കൂടുതൽ കേന്ദ്രീകരിക്കുകയും ഊന്നൽ നൽകുകയും ചെയ്യുക എന്നതാണ്. മൂന്നാമത്തെ കാര്യം, വകുപ്പിനെ ആകെ, വകുപ്പിൻ്റെ നയം, നിയമങ്ങൾ, ചട്ടങ്ങൾ എല്ലാത്തിനെയും കൂടുതൽ വ്യവസായ സൗഹൃദമാക്കി പുനർനിർമ്മിക്കുക എന്നതാണ്. വകുപ്പിനെ കൂടുതൽ വ്യവസായ സൗഹൃദമാക്കുക, ബിസിനസ് ഫ്രണ്ട്ലി ആക്കി, ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആക്കി മാറ്റുക എന്നതാണ്. ഇതാണ് വിഷൻ 2031 ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സമീപനം. ഇപ്പോൾ ഇന്ന് പുതിയ വലിയ വെല്ലുവിളികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗിൻ്റെ വ്യാപനത്തിനൊക്കെ കാരണമാവുന്ന ഓൺലൈൻ വ്യാപാരം, അതുപോലെ ഡാർക്ക് വെബ് മുഖേന നടക്കുന്ന അനധികൃതമായ മയക്കുമരുന്ന് ഇടപാടുകൾ, രാജ്യാന്തര കുറ്റകൃത്യ ശൃംഖലയുമായിട്ട് ഇതിനുള്ള ബന്ധം. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ഉറവിടത്തിലെത്തുന്നില്ല എന്നാണ്. ഒന്നാമത്തെ കാര്യം, ഉറവിടം കേരളത്തിലല്ല എന്നതാണ്. ഉറവിടം കേരളത്തിന് പുറത്താണ്. ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ് കേരളത്തിലേക്ക് പ്രധാനമായിട്ട് വരുന്നത് ബാംഗ്ലൂരും ഗോവയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ കേരളത്തിന് പുറത്താണ് ഉറവിടമെങ്കിൽ കേരളത്തിൽ എക്സൈസിന് മാത്രമായിട്ട് അവിടെ എത്താൻ പറ്റില്ല, കേരളത്തിൽ പോലീസിന് മാത്രമായിട്ട് എത്താൻ പറ്റില്ല. രാജ്യത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികളുടെ ഫലപ്രദമായിട്ടുള്ള ഏകോപനവും സംയോജിതമായ പ്രവർത്തനവും ഉണ്ടാവണം. അത് കേന്ദ്ര ഗവൺമെൻറ് മുൻകൈ എടുക്കേണ്ടതാണ്. എങ്കിലും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ചില പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറവിടത്തിൽ എത്തിച്ചേർന്ന നിരവധി സംഭവങ്ങളുണ്ട്. അതിലൊന്നാണ് കേരള എക്സൈസ് നടത്തിയ, അൻഡമാനിൽ ചെന്ന് നടത്തിയ ഓപ്പറേഷൻ. നമ്മൾ മഞ്ചേരിയിൽ അറസ്റ്റ് ചെയ്ത പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉറവിടം അൻഡമാനാണ് എന്ന് കണ്ടെത്തുകയും അവിടേക്ക് കേരളത്തിൽ എക്സൈസ് സംഘം പോവുകയും 100 കോടി രൂപയുടെ മയക്കുമരുന്ന് അത് ഒളിപ്പിച്ചു വെച്ച ബങ്കറിൽ വെച്ച് തന്നെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അൻഡമാനിലെ അധികാരികൾ, അതിനുശേഷം അവരെന്നെ വന്ന് കണ്ടിരുന്നു, അവർ പറഞ്ഞു ആദ്യമായിട്ടാണ് അൻഡമാന് പുറത്തു നിന്നൊരു ഏജൻസി ഒരു അന്വേഷണം, മയക്കുമരുന്ന് അന്വേഷണവുമായിട്ട് ഇവിടെ എത്തിയത്. അൻഡമാൻ ഒരു പ്രധാന മയക്കുമരുന്ന് കേന്ദ്രമായി മാറുന്നു എന്ന വിവരം അതിലൂടെയാണ് ഞങ്ങൾക്ക് തന്നെ കിട്ടിയത് എന്ന് അവർ പറയുകയുണ്ടായി. കേരള പോലീസാണ് ഹൈദരാബാദിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, ശതകോടീശ്വരൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സിന്തറ്റിക് മയക്കുമരുന്ന് നിർമ്മാണ ഫാക്ടറി, ഒരു ഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ. തൃശ്ശൂർ പോലീസാണ് അത് കണ്ടെത്തിയതും ആ ശതകോടീശ്വരനെ ഇരുമ്പഴിക്കുള്ളിലാക്കിയതും. കഴിഞ്ഞ മാസമാണ് ഗുർഗാവിലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സിന്തറ്റിക് മരുന്ന് നിർമ്മാണ ഫാക്ടറി കോഴിക്കോട് പോലീസ് കണ്ടെത്തിയത്. ആഫ്രിക്കൻ പൗരന്മാരുൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തതും ജയിലിനുള്ളിലാക്കിയതും. ഇതൊക്കെ നമ്മുടെ സേനകൾ, എക്സൈസും പോലീസും ഇവിടെ അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉറവിടത്തിലെത്തിയതാണ്. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം, ഉറവിടം കേരളത്തിനകത്തല്ല എന്നതാണ്. മാത്രമല്ല, ഓൺലൈൻ വ്യാപാരവും ഡാർക്ക് വെബ് ബുക്ക് ഉപയോഗിച്ച് നടത്തുമ്പോൾ
ഈ ഉറവിടമെന്ന സങ്കല്പം തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലുള്ള ഒരു ഉറവിടമല്ല അത്. അപ്പോൾ ഈ സാഹചര്യങ്ങളെ നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിനൊക്കെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ശൃംഖലയുമായി, ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റുകളുമായിട്ട് ബന്ധമുള്ളതാണ്. ഇപ്പോൾ 15,000 കോടിയുടെ മയക്കുമരുന്ന് കടലിൽ നിന്നാണ്, കൊച്ചിക്ക് അടുത്ത പുറംകടലിൽ നിന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചതാണ്. ഇറാനിയൻ പൗരനായിരുന്നു പ്രതി. പക്ഷേ ആ കേസ് വിട്ടുപോവുകയാണ് ചെയ്തത്. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രജിസ്റ്റർ ചെയ്ത കേസാണ്. പ്രതി രക്ഷപ്പെട്ടു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ഇതിന് അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുമായിട്ട് ബന്ധമുണ്ട്. ഈ പുതിയ സാഹചര്യത്തെ, വളരെ സങ്കീർണമായ സാഹചര്യത്തെ നേരിടാൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നവീകരണം അനിവാര്യമാണ് എക്സൈസിൽ. അപ്പം അതിനാണ് വിഷൻ 2031 ഒരു ഊന്നൽ നൽകുന്നത്. ഡിജിറ്റൽ ഇൻ്റലിജൻസ്, സൈബർ സെല്ലിൻ്റെ ആധുനികവൽക്കരണം, ആധുനിക പരിശോധന ഉപകരണങ്ങൾ ലഭ്യമാക്കൽ, ഡ്രോൺ നിരീക്ഷണം, ഡേറ്റ അനലിറ്റിക്സ്, AI ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണ പരിശോധനാ സംവിധാനങ്ങൾ, റാപ്പിഡ് ടെസ്റ്റിംഗ് കിറ്റുകൾ, QR കോഡ് ട്രാക്കിംഗ് സംവിധാനം, പോലീസ്, കസ്റ്റംസ്, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയിട്ടുള്ള ഏജൻസികളുമായി വിവരവിനിമയം സാധ്യമാക്കുന്ന കേന്ദ്രീകൃത ഡിജിറ്റൽ ഡേറ്റാബേസ് സൃഷ്ടിക്കുക, ഉദ്യോഗസ്ഥർക്ക് സൈബർ, ഫോറൻസിക്, അതുപോലെ എക്കണോമിക് ഒഫൻസസ്, ആധുനിക നിരീക്ഷണ രീതികൾ, സർവൈലൻസ് രീതികൾ എന്നിവയിലൊക്കെ സ്ഥിരമായ തുടർച്ചയായ പരിശീലനവും പുനഃപരിശീലനവും നൽകുക എന്നിവയിലെല്ലാം ഊന്നുന്നതായിരിക്കും ഈ വിഷൻ 2031 എന്നത്. അതിൽ തന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മയക്കുമരുന്നിന് എതിരായിട്ടുള്ള പോരാട്ടത്തിന് ഊന്നൽ കൊടുക്കണമെങ്കിൽ നമുക്ക് വരുമാന ശേഖരണവും എൻഫോഴ്സ്മെൻറ്റും വേർതിരിക്കണം, സെപ്പറേറ്റ് ചെയ്യണം. വരുമാന സമാഹരണം എക്സൈസിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്. അതോടൊപ്പം എൻഫോഴ്സ്മെൻറ്റും പ്രധാന ഉത്തരവാദിത്തമാണ്. രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യണം എന്നതാണ് സർക്കാർ കാണുന്നത്. ഇപ്പോൾ ലഹരി ദുരുപയോഗത്തിനെതിരെ, പ്രത്യേകിച്ച് മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുന്ന എക്സൈസിനെയും പോലീസിനെയും കൂടുതൽ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കണം. അതിൻ്റെ ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തണം എന്ന് കാണുന്നു. ലഹരി വിരുദ്ധ എൻഫോഴ്സ്മെൻറ്റിനായി മാത്രമായി എക്സൈസിൽ ഒരു പ്രത്യേക വിഭാഗം ആരംഭിക്കണം. ഒരു സ്റ്റേറ്റ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ്റ് ബ്യൂറോ രൂപീകരിക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇപ്പോൾ ഉയർന്ന റാങ്കിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ തലവനായി സ്റ്റേറ്റ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെൻറ്റ് ബ്യൂറോ എന്ന ഒരാശയമാണ്, നിർദ്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അഡീഷണൽ ഡയറക്ടറുടെ കീഴിൽ എക്സൈസ് വകുപ്പിലെയും പോലീസ് വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ബ്യൂറോ രൂപീകരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഈ എൻഫോഴ്സ്മെൻറ്റിനെ കൂടുതൽ ശക്തിപ്പെടുത്തും. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഓൺലൈൻ ഡാർക്ക് വെബ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന അന്താരാഷ്ട്ര കുറ്റകൃത്യ ശൃംഖലയുടെ കൂടി പിന്തുണയോടെ നടക്കുന്ന ഈ മയക്കുമരുന്ന് വ്യാപനത്തെ തടയാൻ ഇത്തരമൊരു സംവിധാനം സഹായിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, മദ്യനയത്തിൽ വരുത്തേണ്ട കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളാണ്. നേരത്തെ തന്നെ പറഞ്ഞു, കൂടുതൽ വ്യവസായ സൗഹൃദമായൊരു സമീപനം സ്വീകരിക്കണം. അത് കഴിഞ്ഞ ഏതാനും മദ്യനയങ്ങളിലായിട്ട് അത്തരമൊരു മാറ്റം ഇപ്പോൾ തന്നെ പ്രകടമാണ്. നിങ്ങളെല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇപ്പോൾ മദ്യം എന്നതൊരു വ്യവസായമാണ്. ഒരു വ്യവസായമായിട്ട് വേണം അതിനെ കാണാൻ. ഒരു ഇൻഡസ്ട്രി എന്ന നിലയിലാണ്. അപ്പോൾ ഇൻഡസ്ട്രി എന്ന നിലയിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനും കൂടുതൽ വരുമാനമുണ്ടാക്കാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കാനും കഴിയുന്ന ഒരു സമീപനമായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ടും ചില യാഥാസ്ഥിതികത്വം മൂലവുമൊക്കെ ഇതിനെ ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ കാണുന്നതിന് ചില തടസ്സങ്ങൾ നിലനിൽക്കുകയാണ്. ഒരു ബ്ലോക്ക് അക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് നീക്കം ചെയ്യുക തന്നെ വേണം. കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടിയുള്ള, തൊഴിൽ സൃഷ്ടിക്കുന്നതിനും വരുമാന വളർച്ചയ്ക്കുമുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാക്കി ഇതിനെ മാറ്റണമെന്നാണ് കാണുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം മദ്യനയം, നമ്മൾ ഓരോ വർഷത്തേക്കാണ് മദ്യനയം
പ്രഖ്യാപിക്കുന്നത്. ഓരോ വർഷത്തേക്ക് മദ്യനയം പ്രഖ്യാപിക്കുമ്പോൾ പല കോണുകളിൽ നിന്നും വരുന്ന ഒരു വിമർശനം, പരാതി, അതൊരു അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു എന്നാണ്. വലിയ നിക്ഷേപമൊക്കെ നടത്താൻ പലരും മടിക്കുന്നതിൻ്റെ ഒരു കാരണം മദ്യനയം ഒരു വർഷത്തേക്കാണ്, അടുത്ത വർഷത്തെ മദ്യനയം എന്താവും എന്ന കാര്യത്തിൽ അനിശ്ചിതത്വവും ആശങ്കയും ഒക്കെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ വർഷവും വ്യത്യസ്തമായ തലത്തിലുള്ള നിയന്ത്രണങ്ങൾ, വ്യവസ്ഥകൾ ഒക്കെ വരുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിക്ഷേപത്തിന് നിക്ഷേപകർ മുതിരാത്ത ഒരു സാഹചര്യം വരും. അപ്പം അത് പരിഹരിക്കാൻ 5 വർഷത്തേക്ക് മദ്യനയം രൂപീകരിക്കുക എന്ന ഒരാശയം ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. അന്തിമ തീരുമാനം എന്ന നിലയിലല്ല, ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റേബിളായിട്ടുള്ള മദ്യനയം ഉണ്ടാവുന്നത് നിക്ഷേപം കൂടുതൽ ആകർഷിക്കാൻ സഹായകമാകുമോ? നമുക്ക് ചർച്ച ചെയ്യാം. നമ്മളെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഇവിടെയുണ്ട്. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു പ്രഖ്യാപനമല്ല, ചർച്ചയ്ക്കുള്ള ഒരു നിർദ്ദേശമാണ്. അതുപോലെ വിദേശ വിനോദസഞ്ചാരികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കുന്നതിനും ഇത്തരത്തിലൊരു സ്റ്റേബിളായിട്ടുള്ള മദ്യനയം സഹായകരമാകും എന്ന ഒരു വാദം ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം തദ്ദേശീയമായിട്ടുള്ള മദ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മദ്യം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നു, മദ്യവും ഇറക്കുമതി ചെയ്യുന്നുണ്ട്. മദ്യ ഉപഭോഗം നന്നായിട്ട് നടക്കുന്നൊരു സംസ്ഥാനമാണ്. പക്ഷേ കേരളത്തിൽ ഒരു തുള്ളി സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആകെ നടക്കുന്നത് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇവിടെ ബ്ലെൻഡിങ്ങും ബോട്ടിലിങ്ങുമാണ് നടക്കുന്നത്. ഒരു വലിയ വ്യാവസായിക സാധ്യതയുടെ നേരെ നാം ഇതുവരെ വാതിൽ കൊട്ടിയടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ വാതിൽ തുറക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഗവൺമെൻറ് കാണുന്നത്. ഇപ്പം നിലവിൽ 9 ഡിസ്റ്റിലറികൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ ഡിസ്റ്റിലറിയും സ്പിരിറ്റ് ഉൽപ്പാദനം നടത്തുന്നില്ല. സ്പിരിറ്റ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. കുറച്ചു കാലം മുമ്പ് അതിൻ്റെ കണക്കൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാൻ ആ കണക്കിലേക്കൊന്നും പോകുന്നില്ല. എവിടെ നിന്നെല്ലാമാണ് പ്രധാനമായിട്ടും വരുന്നത്? ഏറ്റവും കൂടുതൽ വരുന്നത് കർണാടകയിൽ നിന്ന്, പിന്നെ മഹാരാഷ്ട്രയിൽ നിന്ന്. അപ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സ്പിരിറ്റ് ഇറക്കുമതി ചെയ്യുന്നത്. ഇതിവിടെ ഉണ്ടാക്കാമല്ലോ നമുക്ക്. അപ്പോൾ കേരളത്തിൽ ഉണ്ടാക്കണമെന്ന ആവശ്യം വരുമ്പോൾ മാത്രം ചില തടസ്സങ്ങൾ ഉയർന്നു വരുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതൊന്നും പലതും സതുദ്ദേശത്തോടു കൂടിയിട്ടുള്ളതല്ല, സ്ഥാപിത താല്പര്യത്തോടു കൂടിയിട്ടുള്ളതാണ്. അത് തുറന്നു പറയാതെ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ വെള്ളത്തിൻ്റെ പ്രശ്നം പറയുമ്പോൾ കർണാടകയിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇല്ലാത്ത വെള്ളത്തിൻ്റെ പ്രശ്നം എങ്ങനെയാണ് കേരളത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്നത്? ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തതായതുകൊണ്ടും ഈ വസ്തുതകളെല്ലാം സമൂഹത്തിൻ്റെ മുമ്പിൽ അസംബ്ലിയിലൊക്കെ അവതരിപ്പിച്ചതായതുകൊണ്ടും ഞാനിവിടെ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം അത്തരം സ്ഥാപിത താല്പര്യങ്ങൾക്കോ സമ്മർദ്ദ തന്ത്രങ്ങൾക്കോ ഇനിയും വഴങ്ങി മുന്നോട്ട് പോകുന്നത് കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് നിരക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് കേരളത്തിൽ തന്നെ ലഭ്യമായ, ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായ കാർഷിക വിളകൾ ഉപയോഗിച്ച് സ്പിരിറ്റ് ഉൽപ്പാദനം ആരംഭിക്കണം എന്നതാണ് സർക്കാർ കാണുന്നത്. അത് നിക്ഷേപവും തൊഴിലും വരുമാനവും സൃഷ്ടിക്കുന്നത് മാത്രമല്ല, കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ഹോർട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാൻ നമ്മൾ അനുമതി കൊടുത്തു കഴിഞ്ഞു. ആവശ്യമായ ചട്ടഭേദഗതിയും നടത്തിക്കഴിഞ്ഞു. പലരും അതിന് മുന്നോട്ട് വരുന്നുണ്ട്. കാർഷിക സർവകലാശാല ഒരു വൈൻ ഇപ്പോൾ വിപണിയിൽ ഇറക്കിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ തൊഴിലവസരവും വ്യാവസായിക സാധ്യതയും കാർഷികോൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സാധ്യതയും തുറന്നിടുകയാണ്. മറ്റൊരു അനുകൂല സാഹചര്യം എന്താണ്? ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ എത്തനോൾ ബ്ലെൻഡിങ് പോളിസി നമുക്ക് ഒരു വലിയ സാധ്യതയാണ്. അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് 2030 ആകുമ്പോഴേക്കും 20% മറ്റോ എത്തനോൾ ബ്ലെൻഡ് ചെയ്യണം എന്ന ഒരു നയം കേന്ദ്ര ഗവൺമെൻറ് എടുത്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഡിസ്റ്റിലറികൾക്ക് പലിശ ഇളവ് ഉൾപ്പെടെയുള്ള ധനസഹായങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട്
ഈ സാധ്യതകളെ എത്തനോൾ ബ്ലെൻഡിംഗ് പോളിസി തുറന്നു തരുന്ന വ്യാവസായിക സാധ്യത, കാർഷിക ഉൽപ്പന്നങ്ങളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുള്ള സാധ്യത, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില കിട്ടാനുള്ള സാധ്യത, ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ ഉതകുന്ന തരത്തിൽ തദ്ദേശീയമായ മദ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നത് വിഷൻ 2031 ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമായിട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. കുറച്ച് ചർച്ച കാണും, കുറച്ച് വിവാദമൊക്കെ ഉണ്ടാവും എന്ന കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. അത്തരം വിവാദങ്ങളെക്കുറിച്ചുള്ള ആശങ്കയിൽ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങളെ കാണാതിരുന്നുകൂടാ, ചില നടപടികൾ, ചില ചുവടുവെപ്പുകൾ നടത്താതിരിക്കാൻ കഴിയില്ല എന്നാണ് പറയാനുള്ളത്. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം കള്ള് വ്യവസായത്തിൻ്റെ ആധുനികവൽക്കരണമാണ്. ഇപ്പോൾ ഈ കള്ള് വ്യവസായം കേരളത്തിലെ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള വ്യവസായമാണ്. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഈ കൊച്ചിൻ ട്രാവൻകൂർ സർവേ നടക്കുന്നത്. 1816 കൊച്ചിൻ ട്രാവൻകൂർ സർവേ റെക്കോർഡ്സ് പുറത്തു വരികയുണ്ടായി. 1891 ഇറങ്ങിയിട്ടുള്ളൊരു പുസ്തകമാണ് ബെഞ്ചമിൻ സ്വൈനും അതുപോലെ പീറ്റർ എയർ കോണറും ചേർന്ന്, സ്വൈൻ ആൻഡ് കോണർ അവർ ചേർന്ന് എഴുതിയിട്ടുള്ള വളരെ ശ്രദ്ധേയമായിട്ടൊരു പുസ്തകമാണ് മെമ്മോയേഴ്സ് ഓഫ് ദി സർവേ ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ്. ആ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യം, തിരുവിതാംകൂറിലും കൊച്ചിയിലും, കൊച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ പാലക്കാട്ടാണല്ലോ ഇരിക്കുന്നത്, ചിറ്റൂർ മേഖലയിലുമൊക്കെ അന്ന് കള്ള് ചെത്താനായിട്ട് മാത്രം പന കൃഷി നടത്തിയിരുന്നു എന്നതാണ്. പനയും തെങ്ങും കൃഷി ചെയ്ത് കള്ള് ചെത്തിക്കൊണ്ടിരുന്നു. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുകയാണ്. അവിടെ തന്നെ ഇപ്പോഴും നിൽക്കുക. ഇപ്പോൾ ചെത്താനായിട്ട് കൃഷി, പനയാരും കൃഷി ചെയ്യുന്നില്ല. പക്ഷെ അന്നുണ്ടായിരുന്ന ഒരു പരമ്പരാഗത തൊഴിൽ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. അതിൽ മാറ്റം വരണം എന്നാണ് കാണുന്നത്. വലിയ സാധ്യതയുള്ള ഒന്നാണ് കള്ള് വ്യവസായം എന്നത്. അപ്പോൾ ഇപ്പം നേരിടുന്ന പ്രശ്നം എന്താണ്? ഈ ചെത്തു തൊഴിലിലേക്ക് പുതിയ തലമുറ വരുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ ഒരു സംവിധായകൻ, ഡോക്യുമെൻ്ററി എടുക്കുന്ന ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വളരെ നൊസ്റ്റാൾജിയോടുകൂടി പറഞ്ഞു, ചെത്തിലേക്ക് ചെറുപ്പക്കാരും വരുന്നില്ല. ചെത്തിലേക്ക് ചെറുപ്പക്കാരെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്ററി. അപ്പോൾ ചെത്തുകാരുടെ മക്കളൊന്നും ഇപ്പോൾ ചെത്തുകാരായിട്ട് മാറുന്നില്ല. അങ്ങനെയല്ല, അവർ മറ്റ് പല മേഖലകളും തിരഞ്ഞെടുക്കുന്നു, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സാമൂഹ്യ വളർച്ചയുടെ ഭാഗമാണ്. പക്ഷേ ഈ കള്ള് വ്യവസായത്തെ ആധുനികവൽക്കരിച്ചാൽ ആധുനിക സംരംഭങ്ങൾക്കുതകുന്ന തലത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനൊക്കെ കഴിഞ്ഞാൽ പുതിയ സംരംഭകർ ഈ മേഖലകളിലേക്ക് വരും. അങ്ങനെ ആധുനികവൽക്കരിച്ചുകൊണ്ട് സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. പകരം പരമ്പരാഗത കുലത്തൊഴിലിനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല. അപ്പം അതിന് ഉതകുന്ന തരത്തിൽ ഇതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യണം, ആധുനികവൽക്കരിക്കണം. ഇപ്പോൾ കള്ള് വ്യവസായത്തെ സംരക്ഷിക്കണം എന്നതിൽ ഈ ഡോക്യുമെൻ്റ് വിഷൻ 2031 പ്രധാനമായ ഊന്നൽ നൽകുന്നു. കള്ള് വ്യവസായത്തെ സംരക്ഷിക്കുക, കാലോചിതമാക്കുക, പ്രകൃതിദത്ത പാനീയം എന്ന നിലയിൽ കള്ളിന് കൂടുതൽ പ്രചാരണം നൽകി, കൂടുതൽ വിപണി ലഭ്യമാക്കി, വിശ്വാസ്യതയും ആർജിച്ചെടുക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പം നയങ്ങൾ അതിനുവേണ്ടി കൂടുതൽ ഉദാരമാക്കേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നയം കൂടുതൽ ഉദാരമാക്കേണ്ടി വരും. കള്ളിന് സ്വദേശത്തും കൂടുതൽ വിപണി നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പോഴതല്ല, അതിനേക്കാൾ കൂടുതൽ ആഭ്യന്തര വിപണി കണ്ടെത്താൻ പറ്റും, വിദേശ വിപണിയും കണ്ടെത്താൻ പറ്റും. അപ്പോൾ കേരളത്തിൻ്റെ തനത് പാനീയം എന്ന നിലയിൽ കള്ളിനെ ബ്രാൻഡ് ചെയ്യണമെന്ന് നമ്മൾ കുറേ കാലമായി പറയാൻ തുടങ്ങിയിട്ടുണ്ട്. വേണ്ടത്ര നമുക്ക് അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ കള്ളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും സാധ്യതയുണ്ട്. മറ്റ് പല രാജ്യങ്ങളും, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളെല്ലാം അത് വിജയകരമായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രംഗത്ത് നാം വലിയ ഇടപെടലുകൾ നടത്തേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ടോഡി ബോർഡ് ദീർഘകാലത്ത് ആവശ്യമായിരുന്നു. ട്രേഡ് യൂണിയൻ സംഘടനകളുടെ എല്ലാം. ഈ ഗവൺമെൻറ്റാണ് അത് യാഥാർത്ഥ്യമാക്കിയത്. ടോഡി ബോർഡിൻ്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വേദിയിലുണ്ട്. ഇപ്പോൾ ടോഡി ബോർഡിനെ ഉൽപാദനം മുതൽ വിപണനം വരെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഏജൻസിയായി വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. കള്ള് വ്യവസായം FSSAI, ISO തുടങ്ങിയ ഗുണനിലവാര സർട്ടിഫിക്കേഷനുകൾ നേടുന്ന രീതിയിൽ പരിഷ്കരിക്കണം എന്ന് കാണുന്നു.
ബ്രാൻഡിംഗ് ക്യാമ്പയിനുകൾ ആഗോളതലത്തിൽ തന്നെ സംഘടിപ്പിക്കുക. ഇപ്പോൾ കേരള ടോഡി, ടേസ്റ്റ് ഓഫ് ട്രഡീഷൻ എന്നൊക്കെ നിലയിലുള്ള ബ്രാൻഡിംഗ് ക്യാമ്പയിനുകൾ ഗ്ലോബലായി തന്നെ സംഘടിപ്പിക്കണം എന്നാണ് കാണുന്നത്. ഫുഡ് ഫെസ്റ്റിവൽ, ടൂറിസം വിപണന പരിപാടികൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്, നാട്ടിലും പുറത്തുമൊക്കെ നടക്കുന്നുണ്ട്. അതിൽ കള്ളിൻ്റെ പ്രൊമോഷൻ നന്നായിട്ട് നടത്തണം. ഫുഡ് ഫെസ്റ്റിവലുകളിലും ടൂറിസം വിപണന മേളകളിലുമൊക്കെ കേരള ടൂറിസത്തിനൊപ്പം സഹകരിച്ച് ടോഡി ടൂറിസം സർക്യൂട്ടുകൾ എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലൂടെയും വിമാനത്താവളങ്ങളിലൂടെയും ബോട്ടിൽ ചെയ്ത കള്ളിൻ്റെ വിപണനം ആരംഭിക്കുക. ഇപ്പോൾ ബോട്ടിൽ ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ലഭ്യമാണ്. അപ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലും അതുപോലെ വിമാനത്താവളങ്ങളിലും അത്തരം ലഭ്യമാക്കാവുന്ന എല്ലാ സ്ഥലങ്ങളിലും കള്ള് വരുമ്പോഴാണ് കള്ളിൻ്റെ സ്വീകാര്യതയും ജനകീയതയും ഒക്കെ കൂടുന്നത്. അതുപോലെ ഈ ടോഡി ടാപ്പർമാർക്ക് ആധുനികമായ ഉപകരണങ്ങൾ, സുരക്ഷാ സംവിധാനം, സാമൂഹിക സുരക്ഷ, നൂതന പരിശീലനം ഇത് ഉറപ്പു നൽകുക എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ലേബർ ആക്കിയിട്ട് ഇതിനെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഈ ടോഡി ടാപ്പർമാരെ. അതുപോലെ നൂതന സംരംഭകത്വ പദ്ധതികൾ കള്ളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുക. ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ്, പുനരുപയോഗത്തിനും സംഭരണത്തിനും കഴിയുന്ന തരത്തിലുള്ള ഇക്കോ ഫ്രണ്ട്ലി പാക്കേജിംഗ്. കള്ള് വ്യവസായ രംഗത്ത് 10,000-കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോകണം എന്നാണ് കാണുന്നത്. ആറാമത്തെ കാര്യം സമഗ്രമായ നിയമപരിഷ്കരണമാണ്. നിലവിലുള്ള അബ്കാരി ആക്ടിന് 125 വർഷത്തെ പഴക്കമുണ്ട്. ഒരു നൂറ്റാണ്ടിന് മുമ്പ് തയ്യാറാക്കിയതാണ് അബ്കാരി ആക്ട്. ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നിലവിലുള്ള അബ്കാരി ആക്ടിനുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളുമായി തന്നെ വേണ്ടത്ര പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്ന ഭാവിയിലെ ലക്ഷ്യങ്ങൾക്ക് ഈ ആക്ട് വലിയ തടസ്സമായിട്ട് മാറും. അതുകൊണ്ട് അബ്കാരി ആക്ടിൻ്റെ സമഗ്രമായിട്ടുള്ള പരിഷ്കരണം വിഷൻ 2031 മുന്നോട്ട് വയ്ക്കുന്നു. ആ നിയമപരിഷ്കരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ മദ്യവർജനം പ്രോത്സാഹിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും. മദ്യവർജനം. പിന്നെ പുതിയ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികൾ നമ്മൾ നേരിടുക, സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക. വ്യവസായം, തൊഴിൽ. ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, കയറ്റുമതിയാണ്. ആഭ്യന്തര വിപണിയുടെ സാധ്യത മാത്രമല്ല, ഇപ്പോൾ വിദേശ മദ്യമാണെങ്കിലും കള്ളാണെങ്കിലും രണ്ടിൻ്റെയും കയറ്റുമതി സാധ്യത കൂടി നാം ലക്ഷ്യം വെക്കണം. അപ്പോഴാണ് കൂടുതൽ വരുമാനവും തൊഴിലവസരവും ഒക്കെ സൃഷ്ടിക്കാനാവുക. കാർഷിക ആശ്രിത മേഖലകളെ പുരോഗതിയിലെത്തിക്കാൻ ഇതിനെ ഉപയോഗപ്പെടുത്തുക. ഇനി ബിവറേജസ് കോർപ്പറേഷൻ്റെ സംബന്ധിച്ചാണ്. ബിവറേജസ് കോർപ്പറേഷൻ കേരളത്തിൽ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബിവറേജസ് കോർപ്പറേഷൻ്റെ ലക്ഷ്യം വരുമാനം വർദ്ധിപ്പിക്കുക, ആധുനികവൽക്കരണം, ഉപഭോക്തൃക്ഷേമം, ടൂറിസം വികസനം ഇവയാണ്. ഇവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് 2031 ഒരു വിഷൻ ബിവറേജസ് കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള നയപരമായ പരിഷ്കാരങ്ങൾ, ഡിജിറ്റൈസേഷൻ, സുതാര്യത എന്നിവയ്ക്കൊക്കെ ഊന്നൽ നൽകുന്നതാണ് വിഷൻ 2031. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ വളരെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഈ ബിവറേജസ് കോർപ്പറേഷനെ സംബന്ധിച്ച് സ്ട്രാറ്റജിക് പില്ലേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് കൺസ്യൂമർ ആൻഡ് ടൂറിസം സെൻട്രിക് അപ്രോച്ചാണ്. ഉപഭോക്താവിനെയും ടൂറിസം മേഖലയെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പുതിയ സമീപനത്തിലേക്ക് മാറണം എന്നതാണ്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ എക്സ്പാൻഷൻ നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ 3000-ലധികമാണ് ഔട്ട്ലെറ്റുകൾ കർണാടകയിൽ, അല്ലേ? 3000, മോർ ദാൻ 3000. 5000-ലധികമാണ് തമിഴ്നാട്ടിൽ. കേരളത്തിൽ 309. ഇതാണ് അന്തരം. അതുകൊണ്ട് ഔട്ട്ലെറ്റുകളുടെ എണ്ണം തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കേണ്ടി വരും. ബീച്ച് ഷാക്കുകൾ, ഹൗസ് ബോട്ടുകൾ, ടൂറിസം മേഖലകളിൽ എന്നിവിടങ്ങളിൽ മദ്യം ലഭ്യമാക്കുക എന്നത് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമാണ്. ഡ്രാഫ്റ്റ് ബിയർ, വിദേശമദ്യം, വൈൻ, ബിയർ, പരമ്പരാഗത പാനീയങ്ങൾ എന്നിവ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന പബ്ബുകൾ നമുക്ക് ഇനി കേരളത്തിൽ മാത്രമായിട്ടത് തടഞ്ഞു നിർത്തുക എന്നത് പ്രായോഗികമായിരിക്കില്ല. പിന്നെ മൈസ് ടൂറിസം, ചില ഇളവുകൾ ഗവൺമെൻറ് കഴിഞ്ഞ 2 വർഷത്തെ മദ്യനയങ്ങളിലായിട്ട് കൊണ്ടുവരികയുണ്ടായി.
ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ്, മൈസ് ടൂറിസം എന്നിവയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ അത്തരം ഇളവുകൾ കുറച്ചുകൂടി ഉദാരമാക്കി മാറ്റണം. ലൈസൻസ് നിരക്കുകളുടെ റാഷണലൈസേഷൻ നടപ്പാക്കേണ്ടതുണ്ട്. പിന്നെ പ്രീമിയം മദ്യത്തിൻ്റെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുക എന്നത് ബെവ്കോയെ സംബന്ധിച്ച് വരുമാന വർധനവിന് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ആ പ്രീമിയം മദ്യം വാങ്ങാൻ ശേഷിയുള്ളൊരു വലിയ മധ്യവർഗം ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് ഈ ആവശ്യങ്ങൾ വരുന്നുമുണ്ട്. അതുകൊണ്ട് സൂപ്പർ പ്രീമിയം ഔട്ട്ലെറ്റുകൾ കൂടുതലായിട്ട് ആരംഭിക്കുക. വെയർഹൗസുകൾ, 5 പുതിയ വെയർഹൗസുകൾ, ശാസ്ത്രീയമായിട്ട് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സ്റ്റോറേജ്, സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള 100% സ്മാർട്ട് വെയർഹൗസ് കവറേജ്, ഫയർ സേഫ്റ്റി സംവിധാനങ്ങൾ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നവീകരിക്കുക, പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, പ്രീമിയം ഗ്ലോബൽ ബ്രാൻഡുകളെ കൂടുതലായിട്ട് ആകർഷിക്കുക, ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതിന് ഊന്നൽ നൽകുക, റവന്യൂ ഡൈവേഴ്സിഫിക്കേഷൻ, വാർഷിക വളർച്ചാ ലക്ഷ്യം 7 മുതൽ 10% വരെയായിട്ട് നിശ്ചയിക്കണമെന്നാണ് കാണുന്നത്. അതുപോലെ വരുമാന സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണം, ഡൈവേഴ്സിഫൈഡ് റവന്യൂ സ്ട്രീംസ്, പരസ്യ വരുമാനം, LED ഡിസ്പ്ലേ ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് പണരഹിത ഇടപാടുകൾക്കായിട്ട് പ്രീപെയ്ഡ് സ്മാർട്ട് കാർഡുകൾ, ഗിഫ്റ്റ് കാർഡുകൾ തുടങ്ങിയിട്ടുള്ള പുതിയ മാർഗങ്ങൾ വരുമാനം ഡൈവേഴ്സിഫൈ ചെയ്യാൻ മുന്നോട്ട് വയ്ക്കേണ്ടതുണ്ട്. ഉപഭോക്തൃ സൗഹൃദ പരിഷ്കാരങ്ങൾ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ ഓപ്പറേഷണൽ എഫിഷ്യൻസിയും ആധുനികവൽക്കരണവും ഡിജിറ്റൈസേഷനും ശക്തിപ്പെടുത്തണം. ഓട്ടോമേറ്റഡ് സൊല്യൂഷനുകൾ, ജീവനക്കാർക്കുള്ള പരിശീലനം വളരെ പ്രധാനപ്പെട്ടതാണ്. IT ട്രാൻസ്ഫോർമേഷൻ, ഒരു ഇൻഹൗസ് IT വികസന ടീമിനെ നിർമ്മിക്കുക, സർവീസ് രേഖകളുടെ പൂർണ്ണമായ ഡിജിറ്റൈസേഷൻ, അതുപോലെ ഗവേണൻസ്, ഓഡിറ്റ്, കംപ്ലയൻസ് എന്നിവയെ ശക്തിപ്പെടുത്തുക. ഇതെല്ലാം ബെവറേജസ് കോർപ്പറേഷനെ ആധുനികവൽക്കരിക്കുന്നതിന് നിർദ്ദേശിക്കുന്ന നടപടികളാണ്. അതുപോലെ CSRൻ്റെ കൂടുതൽ CSR പദ്ധതികളെ സ്ട്രീംലൈൻ ചെയ്യുക, വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നിവയിൽ കൂടുതൽ നിക്ഷേപം നടത്തുക, സർക്കാർ ഏജൻസികൾ, NGOകൾ എന്നിവയുമായിട്ട് ചേർന്നുള്ള CSR ആക്ടിവിറ്റി. ഈ നിലയിൽ ബിവറേജസ് കോർപ്പറേഷൻ്റെ വരുമാനം ഗണ്യമായിട്ട് വർദ്ധിപ്പിക്കാനും കൂടുതൽ ഉപഭോക്തൃ സൗഹൃദ സമീപനത്തിലേക്ക് ബിവറേജസ് കോർപ്പറേഷനെ നയിക്കാനും ഉതകുന്ന ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മദ്യത്തെ ഒരു വ്യവസായം എന്ന നിലയിൽ കാണുകയും ആ വ്യവസായത്തിൻ്റെ വളർച്ചയ്ക്കുതകുന്ന തരത്തിലുള്ള നയങ്ങളും നിയമപരിഷ്കാരങ്ങളും നടത്താൻ വിഭാവനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് 2031 അവതരിപ്പിക്കുന്നത്. അതേസമയം മയക്കുമരുന്നിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഉരുക്കുമുഷ്ടിയോടുകൂടി തന്നെ മയക്കുമരുന്ന് എന്ന സാമൂഹിക വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുകയും ചെയ്യുക, അതിന് എക്സൈസിനെ കൂടുതൽ ശാക്തീകരിക്കുക. ഇങ്ങനെ ഒരു സമീപനമാണ് വിഷൻ 2031 എന്ന രേഖ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും സ്വാഗതം.